നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം പ്രശാന്ത്ജി. നമസ്കാരം. ഇപ്പോൾ കൊച്ചിയിലെ PMLA കോടതിയിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയൊരു വാർത്ത, CPM എന്ന പ്രതി ഹാജരായില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും EDയുടെ വീണ വിജയൻ്റെ കേസിൽ CPM എന്തായാലും പ്രതിയാകും, SFIയിൽ പ്രതിയാണ്. ഇത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലാണ്. ED എടുത്ത കേസിൽ സഹകരണ സംഘം തട്ടിപ്പ് കേസിൽ ED എടുത്ത EDയുടെ രണ്ടാം ഘട്ട കുറ്റപത്രത്തിൽ CPM 68ാം പ്രതിയാണ്. CPM എന്ന പാർട്ടി ഹാജരായിട്ടില്ല. അതുകൊണ്ട് 21-ാം തീയതി തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി വന്ന് ഹാജരാകാൻ കോടതി ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ 3 മുതിർന്ന നേതാക്കൾ, പഴയ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിമാർ, AC മൊയ്തീൻ, K രാധാകൃഷ്ണൻ, പിന്നെ വർഗീസ് 3 പേർക്കും ജാമ്യം എടുക്കേണ്ടി വന്നു. ജാമ്യം കിട്ടി, ജാമ്യം എടുത്തു, പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ കേസിൻ്റെ ഗതി ഇനി എങ്ങനെ മുമ്പോട്ട് പോകുന്നുള്ളതാണ്. ആ കേസിൻ്റെ ഗതി വാസ്തവത്തിൽ ആ കേസിൽ സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും വല്ല താല്പര്യമുണ്ടോ? ഒരു താല്പര്യമില്ല സത്യത്തിൽ. അത് എങ്കിലും ഇന്ന് വളരെ നിശബ്ദമായിട്ട് ഇവർ ഹാജരായി ഇങ്ങനെ പോകില്ലായിരുന്നു. വീണ വിജയൻ കൊച്ചിയിൽ ED ഓഫീസിൽ വരുമ്പോഴേ ഉള്ളൂ ചാനലുകളുടെ തെക്കും തിരക്കുമൊക്കെ. രാജേഷ്, ഞാനതിനകത്ത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, എത്ര കോടി രൂപയുടെ തട്ടിപ്പാണത്? ഒരു സഹകരണ സംഘത്തിൽ നിസാര ലക്ഷങ്ങളുടെ തട്ടിപ്പായിരുന്നേ നമുക്ക് മനസ്സിലാക്കാം. ഒരു വ്യക്തി, ഇവിടെ ഇപ്പോൾ ഭാസുരാങ്കൻ എന്ന് പറഞ്ഞൊരു കക്ഷി നടത്തിയ തട്ടിപ്പ് അറിയാലോ, കണ്ടല ബാങ്കിൽ. അതൊരു വ്യക്തി നടത്തുന്ന തട്ടിപ്പാണ്. ഭരണസമിതിയുടെയൊക്കെ പിന്തുണയും സഹായവും ഉണ്ടാവും. ആടും തമ്മിലുള്ള വ്യത്യാസം. ഇത് നിക്ഷേപകരുടെ കോടികളാണ്. ഇത് എത്ര കോടി? ശതകോടികളുടെയാണ്. 100-200 കോടിയല്ല, അല്ല, ശതകോടികൾ തട്ടിച്ചിട്ട് എത്ര നിസ്സാരമായിട്ടാണ് സംസ്ഥാന സർക്കാരും, ഞാൻ പറഞ്ഞ കഴിഞ്ഞ പിണറായി സർക്കാരാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും പിണറായി സർക്കാർ അത് ചവിട്ടും. പക്ഷെ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരുന്നത് BJP അല്ലേ? എന്തുകൊണ്ട് BJP ആ കേസിൽ തുടക്കത്തിൽ കാണിച്ച ആവേശം പിന്നീട് എന്തുകൊണ്ട് കണ്ടില്ല? സുരേഷ് ഗോപി പിന്നെ പദയാത്രയൊക്കെ നടത്തി, അവസാനം പദ വന്നത് നമ്മൾ കണ്ടു അല്ലേ? അദ്ദേഹത്തിന് നടന്ന് കിതച്ച് പദ വന്ന് അദ്ദേഹം ഇത്രയും 10-65 വയസ്സുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം അനുഭവിച്ച ബുദ്ധിമുട്ട് നമ്മൾ കണ്ടതാണ്. ആ പ്രായത്തിൽ അത്രയൊക്കെ ഒരാളിന് ഇത്രയും കിലോമീറ്ററൊക്കെ നടക്കാൻ സാധിക്കുമോ? അവിടെ നിന്ന് തൃശ്ശൂരിലേക്ക് ഒരു നീണ്ട പദയാത്ര അല്ലേ? പക്ഷെ ആ തുടക്കത്തിൽ കാണിച്ച ആവേശം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പിന്നെ കാണാനില്ല. പൂരം കലക്കി എന്ന് CPI ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പോകുന്നുണ്ട്. പക്ഷെ പൂരമാണോ കലക്കിയത്, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പാണോ കലക്കിയത്? എനിക്ക് സംശയമുണ്ട്. ഇപ്പം ഞാൻ പറയുന്നത്, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതികളെയൊക്കെ പിടിച്ചകത്തിടണമെന്നോ ഇന്ന് ജാമ്യം കൊടുത്തവർക്കൊക്കെ ജാമ്യം നിഷേധിക്കണമെന്നൊന്നുമില്ല. നിക്ഷേപകരുടെ പണം തിരിച്ചു കൊടുക്കണ്ടേ? അത് കൊടുക്കും നിങ്ങൾ. എന്നാൽ പിന്നെ BJP കുറേശ്ശെ എന്തൊക്കെയോ കുറച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ നമ്മുടെ മുഖ്യമന്ത്രി ആയിരുന്ന വേളയിൽ ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് ഒരണാ പൈസ ഇല്ലാതെ നിക്ഷേപകരുടെ ഇത് തിരിച്ചു കൊടുക്കുമെന്നാണ്. ഇങ്ങനെ പച്ചക്കള്ളം പറയാനും നടക്കാത്ത കാര്യങ്ങൾ വാഗ്ദാനം ചെയ്യാനും അല്ലാതെ അദ്ദേഹത്തിന് എന്ത് കഴിയും? അതിൻ്റെ ഫലമല്ലേ ഈ 35 സീറ്റ് മാത്രം വാങ്ങിച്ചുകൊണ്ട് ഒരു രാജ്യസഭാ MP പോലും ജയിപ്പിക്കാൻ കഴിയാതെ പ്രതിപക്ഷത്ത് സത്യത്തിൽ പറയേണ്ടത് ചൊറിയും കുത്തിയിരിക്കുന്നു എന്നാണ് അല്ലേ? പാർട്ടി 68ാം പ്രതിയാണ് കേസിൽ. പാർട്ടി 68ാം പ്രതി ഞെളിഞ്ഞു നിൽക്കുകയാണ്. 68ാം പ്രതി ശതകോടികൾ നിക്ഷേപം കിട്ടിയ ബാങ്കിൽ, സഹകരണ സംഘത്തിൽ നിന്ന് വ്യാജരേഖകൾ ഉപയോഗിച്ച് ലോൺ എടുക്കുക, വ്യാജ ഡോക്യുമെന്റുകൾ. ആദ്യം ചെയ്തത് ഈ ബാങ്കിൽ ഇങ്ങനെ ശതകോടികൾ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ബാങ്കിനെ നിയന്ത്രിക്കാൻ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു സബ് കമ്മിറ്റിയെ വെച്ചു. ഈ സബ് കമ്മിറ്റി പിന്നെ അങ്ങ് കയറി വേലി വിളവ് തിന്നുന്ന അതേ അവസ്ഥയായി. സബ് കമ്മിറ്റി ചെന്നിരുന്നിട്ട് ഓരോരോ പുതിയ വ്യാജ അവിടെ തീർന്നില്ല. ഈ സബ് കമ്മിറ്റി ക്രമക്കേട് നടത്തിയപ്പോൾ അത് അന്വേഷിക്കാൻ വേറൊരു കമ്മിറ്റിയെ വെച്ചു. അതാരൊക്കെയാ? PK ബിജു അടക്കമുള്ളവരാ അല്ലേ? എനിക്കതിനകത്ത് ഏറ്റവും വലിയ എന്നെ ഞെട്ടിക്കുന്നതും ഒരേ സമയം അത്ഭുതപ്പെടുത്തുന്നതെന്ന് ഞാൻ പറയില്ല. നമുക്കത് ആ കരുവന്നൂർ സഹകരണ സംഘം തട്ടിപ്പിനെ കുറിച്ച് വാർത്ത വരുമ്പോൾ, ആ വാർത്ത വായിക്കുമ്പോൾ നമ്മൾ അമ്പയെ തകർന്നു പോകുന്നൊരു സംഭവം അതിനകത്തുണ്ട്. AC മൊയ്തീൻ്റെ കാര്യവും വർഗീസിൻ്റെ കാര്യവും ഒക്കെ വിട്ടേക്കും.
കെ രാധാകൃഷ്ണൻ എന്ന CPM-ന്റെ ജില്ലാ സെക്രട്ടറി അതെ അതിനകത്ത് പെട്ടു എന്ന് പറയുമ്പോഴാണ്. PK ബിജു ഒക്കെ പെട്ടു എന്ന് പറഞ്ഞാൽ എനിക്ക് അതിലൊന്നും അത്ഭുതമൊന്നും തോന്നുന്നില്ല. കാരണം എനിക്ക് ഇവരുടെയൊക്കെ പശ്ചാത്തലമൊക്കെ അറിയാം. AC മൊയ്തീൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ അക്കൗണ്ടുകൾ തുടങ്ങുന്നു, പ്രത്യേക ഈ അക്കൗണ്ടുകളിലേക്ക് വായ്പ കൊടുക്കുന്നു, അതിന്റെ കമ്മീഷൻ വേറെ അക്കൗണ്ടിലേക്ക് ഇതേ പ്രോസസ്സ് തന്നെയാണ് കെ രാധാകൃഷ്ണൻ ജില്ലാ സെക്രട്ടറി തുടർന്നു. അതേ മാറി വർഗീസ് വന്നപ്പോഴത്തേക്കും ഇതേ പ്രോസസ്സ്. പക്ഷേ അന്ന് പാർട്ടിക്ക് ഒരു ഏരിയ കമ്മിറ്റി ഓഫീസ് കിട്ടാനായിട്ട് വേറൊരു വായ്പ എടുക്കുന്നു, ആ ബിൽഡിംഗ് മൊത്തം ഈ പണത്തിൽ നിന്നും ആ കെട്ടിടം കെട്ടി തീർക്കുന്നു. അങ്ങനെ ഇതെല്ലാം തെളിവേ കിടപ്പുണ്ട് അവിടെ. അല്ല, ഇതല്ല ഈ കൊള്ള നടത്തിയിരിക്കുന്നത് പാർട്ടി നേരിട്ടാണ്. അതെ, പാർട്ടി നേരിട്ടാണ് ഈ കൊള്ള നടത്തിയിരിക്കുന്നത്. ഇരിക്കട്ടെ, പാർട്ടി ഒരു വശത്ത് നടത്തിയപ്പോൾ അണികൾ വേറൊരു വശത്ത് നടത്തി. ഇത് രണ്ടും ഈ ബാങ്കിനെ ഇങ്ങനെ കറവ പശുവിനെ പോലെ കറന്നെടുക്കുകയായിരുന്നു ഇവർ. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, ചേലക്കര എന്ന് പറഞ്ഞ ആ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വന്ന കേരളത്തിൻ്റെ സ്പീക്കറൊക്കെ ആയിരുന്ന ദേവസ്വം മന്ത്രി പിന്നീട് ആയ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു നന്മ ബാക്കി വച്ചിരിക്കുന്ന ഒരു വ്യക്തിത്വം, അതും ഈ കേസിൽ പ്രതിയായി എന്നുള്ളതാണ്. തിരിച്ച് പ്രതികരിക്കാൻ പറ്റില്ല. ജി സുധാകരൻ്റെ അവസ്ഥയായി പോകും, അല്ലെങ്കിൽ AK ഗോവിന്ദൻ്റെ അവസ്ഥയാകും. എന്ത് രാജേഷ്, എത്ര നമുക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാനുണ്ടെങ്കിലല്ലേ എനിക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ വ്യക്തിത്വത്തിന് ദോഷം വരുത്തുന്ന, എൻ്റെ നിലപാടുകളിൽ വെള്ളം ചേർക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ എൻ്റെ ഇതുവരെയുള്ള ജീവിതം ഞാൻ നാളെ കണക്ക് പുസ്തകം നോക്കുമ്പോഴേ എനിക്ക് തല താഴ്ത്തി നാണക്കേട് കൊണ്ട് തല കുനിച്ചിരിക്കേണ്ട ഒരു സാഹചര്യം എനിക്ക് വരുന്ന തരത്തിൽ ഞാൻ പ്രവർത്തിക്കാമോ? ഒരു ലളിതമായ ഉത്തരം നമുക്ക് അതിനകത്ത് പറയാമല്ലോ. ഒരിക്കലും പാടില്ല. പാർട്ടിയാണ്, കേഡർ സ്വഭാവമാണ് പാർട്ടി. പാർട്ടി തീരുമാനിക്കും, അത് ചെയ്തേ പറ്റൂ. അല്ല, വ്യക്തിയും പാർട്ടിയും ഒന്നുമല്ല, ധർമ്മവും സത്യവുമാണ് വലുത്. അത് തിരിച്ചറിയാൻ അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇല്ല. CPM-ൽ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റുകാർക്ക് അതില്ല. BJP ഉണ്ടോ? അല്ല, ഒരു രാഷ്ട്രീയക്കാർക്ക് ഉണ്ടെങ്കിൽ ഈ കേസിൽ ഒരു ജാമ്യം കിട്ടും. ഇവിടെ ഞാനിപ്പം മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്നിപ്പോൾ പത്രം ഇന്ന് രാവിലെ എടുത്തപ്പോൾ ഞാൻ വായിച്ചൊരു വാർത്ത, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് കൊടുത്തിരിക്കുകയാണ്. ജന്മഭൂമി പോലൊരു പത്രം. എന്താ, BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രത്തിൽ പോയി റബ്ബറിന്റെ വിലയിടിവ് തടയാൻ വേണ്ടിയിട്ട് വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയലിനെ കണ്ട് വലിയ സമ്മർദ്ദം, വലിയ സമ്മർദ്ദം ചെലുത്തുകയാണ്. എന്തിനാ? ഈ റബ്ബർ, നമ്മുടെ നാട്ടിൽ റബ്ബർ കൃഷിക്ക് ഇനി വലിയ ഭാവിയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ റബ്ബർ കർഷകരെ നിരാശപ്പെടുത്തുകയോ അവരെ ആക്ഷേപിക്കുകയോ ഒന്നും ചെയ്യുന്നതല്ല. നമ്മളപ്പോൾ റബ്ബറിന് മാർക്കറ്റില്ലെങ്കിൽ റബ്ബർ വിട്ടിട്ട് അടുത്തത് നോക്കണം, അല്ലേ? അപ്പോൾ റബ്ബറിന് ഇന്നത്തെ നിലയിൽ റബ്ബർ നമ്മളെക്കാൾ ചീപ്പായിട്ട് റബ്ബർ കൃഷി ചെയ്ത് റബ്ബർ കൊടുക്കാൻ പറ്റുന്ന മറ്റു പല രാജ്യങ്ങളും ഉണ്ട് എന്നാണ് കേൾക്കുന്നത്. ഞാൻ അതിൻ്റെ റബ്ബറല്ല നമ്മുടെ വിഷയം. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ പോയി ഈ റബ്ബർ കർഷകർക്ക് വേണ്ടി അവിടെ നിലവിളിക്കുന്നു, അവിടെ വലിയ സമ്മർദ്ദം ചെലുത്തുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, കരുവന്നൂർ സഹകരണ സംഘം തട്ടിപ്പിലെ 3 പ്രതികൾക്ക് ജാമ്യം കിട്ടിയിട്ട് കേരളത്തിലെ BJP തല ഉയർത്തി നെഞ്ചും വിരിച്ച് നടക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ കൗൺസിലാണ്, സ്റ്റാൻഡിംഗ് കൗൺസിൽ. അതെ, കേന്ദ്ര സർക്കാരിന് അഡ്വക്കേറ്റ് ഉണ്ട്, സംസ്ഥാന സർക്കാരിന് അവിടെ അഡ്വക്കേറ്റ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. ഞാൻ ചോദിക്കുന്നത്, BJP പറയുന്നത് എ പാർട്ടി വിത്ത് എ ഡിഫറൻസ്, വ്യത്യസ്തമായ പാർട്ടി. എന്ത് വ്യത്യാസമാണ് കോൺഗ്രസിൽ നിന്നും CPM-ൽ നിന്നും അവർക്ക് പറയാനുള്ളത്? കരുവന്നൂരിന്റെ കാര്യം ഒരു നല്ല ഉദാഹരണമാണ്. എന്ത് വ്യത്യാസമാണ് പറയാൻ? അല്ല, ഞാൻ ഈ രാജീവ് ചന്ദ്രശേഖർ ഒരു കേന്ദ്രമന്ത്രിയുടെ മുന്നിൽ ഇരുന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ആ ചിത്രം വൈഡൻ ചെയ്ത് സൂം ചെയ്ത് നോക്കിയത്, അതിന് അമിത്ഷാ വല്ലതും ആണോ കേന്ദ്ര ആഭ്യന്തരമന്ത്രി? കാര്യം എന്താണ്, ഇവിടെ സുഗതൻ എന്നൊരു കൗൺസിലർ അകത്ത് കിടക്കുകയാണ്. കൗൺസിലർ അതൊരു വിഷയമല്ല. പക്ഷെ സുഗതൻ അകത്ത് കിടക്കുന്നതിൻ്റെ ആ ഒരു ഒറ്റ പേരിൽ കേരളത്തിൽ ആദ്യമായിട്ട് വന്ന BJP-യുടെ നഗരസഭാ കൗൺസിൽ ഇങ്ങനെ തൂങ്ങി ആടുകയാണ്. സ്ഥാനം നഷ്ടപ്പെടുമോ ഇല്ല, കയലപ്പുറത്തെ തേങ്ങ പോലെ. അങ്ങനെ മികച്ച കൗൺസിൽ, അതായത് വന്ന് കയറി ഈ 4-5 മാസം കൊണ്ട് തന്നെ
എന്താണ് തിരുവനന്തപുരം നഗരസഭ എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ, ഇതുവരെ എന്തായിരുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞ ഒരു കൗൺസിൽ. ഈ പറഞ്ഞ പാർട്ടി വിത്ത് ഡിഫറൻസ്, ആ ഡിഫറൻസ് അവർ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്തൊക്കെ പറഞ്ഞാലും പാർട്ടി വിത്ത് ഡിഫറൻസ് അവർ കാട്ടിക്കൊണ്ടിരിക്കുക. രാജേഷിനെ കുറിച്ച് ഇനി എന്തൊക്കെ പരാതികൾ പറഞ്ഞാലും രാജേഷും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും ആ ഭരണസമിതി സ്റ്റാൻഡിംഗ് കൗൺസിലർമാർ അടക്കമുള്ളവർ ഒരു എന്താ പറയുക, ഒരു 80% മാർക്ക് കൊടുക്കാവുന്ന തരത്തിൽ പെർഫോമൻസ്. ഞാൻ ഈ ചിത്രം നോക്കി ഞാൻ ആദ്യം വിചാരിച്ചത് അമിത്ഷാ കാണുകയാണ്. പെട്ടെന്ന് അതാണല്ലോ ലക്ഷ്യം. അതെ, എല്ലാ നമ്മളോട് ആശങ്കകൾ പങ്കുവച്ച BJP രാഷ്ട്രീയ വിദ്യാർത്ഥികളും മാധ്യമ പ്രവർത്തകരും എല്ലാം ആദ്യം അവരുടെ മനസ്സിൽ ഓടി വരുന്നത് സുഗതനും ഒക്കെ. അതെ, എന്തായി അവിടെ കാപ്പ കേസാണ്. അദ്ദേഹത്തിന് BJPയുടെ ഈ തിരുവനന്തപുരത്ത് ഈ നഗരസഭയിലെ കൗൺസിലിനെ അതിനെ ഒന്ന് പിടിച്ചു നിർത്താൻ താങ്ങി നിർത്താൻ എന്ത് ചെയ്തു? അല്ല, അത് നമ്മൾ വിഷയത്തിൽ അല്ലല്ല, അവര് ഇതാണ് BJP. അല്ല, കരുവന്നൂർ പറഞ്ഞെങ്കിലും അതായത് കേരളത്തിലെ BJP ഈ കരുവന്നൂർ സഹകരണ സംഘം തട്ടിപ്പാകട്ടെ, സ്വർണ്ണക്കടത്താകട്ടെ, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയാകട്ടെ, ഈ വിഷയത്തിലൊന്നും കാര്യമായ ഒരു പ്രക്ഷോഭവും നടത്തിയിട്ടില്ല. ഒരു ഫോളോ ഷോൺ ജോർജ് എന്ന ഒരൊറ്റ വ്യക്തിയുടെ ശ്രമഫലമായിട്ടാണ് ആ കേസ് ഇത്രയും. മുനമ്പത്തും ഷോൺ ജോർജ് ആണല്ലോ ഈ കിടന്ന് ബുദ്ധിമുട്ടിയതൊക്കെ. മുനമ്പം നിവാസികൾക്ക് നീതി ലഭിക്കാനായിട്ട് ഇപ്പോഴും അദ്ദേഹം 2 മുസ്ലിങ്ങൾ എവിടെ കമ്മിറ്റിയിൽ, വഖഫ് ബോർഡിൽ എവിടെ കേരളത്തിന്റെ 2 മുസ്ലിം ഹർജിയായിട്ട് കൊടുത്തിരിക്കുകയാണ്. അത് മാത്രമല്ല, ഈ SFIO കേസിൽ തന്നെ വേറെ പല ഹർജികളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിലെ ഇടപാടുകളെ കുറിച്ച് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് വേറെ ഹർജി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നിരന്തരം അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്ന കേരള BJP ഈ കാര്യത്തിൽ എന്ത് ഫോളോ അപ്പ്? ഇത് BJP മാത്രമല്ല കേട്ടോ. ഇപ്പം സർക്കാർ മാറി, UDFന്റെ സർക്കാർ വന്നു. എവിടെ കരിവന്നൂർ സഹകരണ സംഘം തട്ടിപ്പ്? നിങ്ങൾ ഈ വന്ന് 1 മാസം ആയല്ലോ, നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും ഇതിനകത്ത്? ഇപ്പോൾ അല്ല, കോടതിയിൽ പോയി കുറ്റപത്രം ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞാലും ഒരു സർക്കാർ വിചാരിച്ചാൽ ആ കുറ്റപത്രം തിരിച്ചു വിളിച്ചിട്ട് SITക്ക് ഒരു സമയം, സ്പെഷ്യൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിച്ച് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ കുറ്റപത്രം കോടതിയിൽ എത്തിക്കണമെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയില്ലേ? അത് പിന്നെ 2 ഈ ED അന്വേഷണം അവിടെ നടന്നോട്ടെ, സമാന്തരമായിട്ട് നിങ്ങൾക്ക് വേറെ പല കാര്യങ്ങളും അതിനകത്ത് ചെയ്യാം. ED മാത്രമൊന്നുമല്ല, ഇത് സംസ്ഥാന സഹകരണ വകുപ്പിന് കീഴിൽ വരുന്ന ഒരു സ്ഥാപനം. എന്നിട്ട് എന്താ ചെയ്തേ? ഒരു MLA പരാതിപ്പെട്ടു, മറ്റേ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ നടത്തിയ ആ രക്ഷാപ്രവർത്തനത്തിൽ പെട്ടെന്ന് തന്നെ ഒരു SPയെ അന്വേഷണം നിയോഗിച്ചു. അതല്ലാതെ വേറെ എന്ത് വിഷയത്തെ അന്വേഷണം? അല്ല, അത് തന്നെ ആ അന്വേഷണം തന്നെ എവിടെയൊക്കെ എത്തുമെന്ന് കണ്ടറിയണം. ഇരിക്കട്ടെ, ഞാൻ ഇപ്പോൾ അതിലേക്ക് പോകുന്നില്ല. ഇവിടെ ആകെ കേരളത്തിൽ ഇപ്പം നടക്കുന്നത് എനിക്ക് തോന്നുന്നു ഓപ്പറേഷൻ തൂഫാൻ ഒരുവിധം ഭംഗിയായിട്ട് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് കുറച്ചുകൂടെ ഒന്ന് മുന്നോട്ട് പോയാലേ അതിൻ്റെ ഗതിവിഗതികൾ അറിയാൻ കഴിയുള്ളൂ. എന്തായാലും കുറേയൊക്കെ പിടിക്കുന്നുണ്ട്, കുറേ എണ്ണത്തിന്. കാരണം ഇതൊരു വലിയ സോഷ്യൽ ന്യൂസൻസ് ആണ്, ഒരു വലിയ ക്രിമിനൽ പകുതി വഴിയിൽ വെച്ച് അവസാനിക്കുമെന്നാണ് ചില തലക്കെട്ടുകൾ കാണാറുണ്ട്. കോട്ടയത്ത് നിന്നും യുവനടി അറസ്റ്റിൽ. ഈ യുവനടിയെ നമ്മളെ കണ്ടിട്ടില്ല. അല്ല, ഇത് അവിടെ ഉള്ളൂ. ഈ ചെറിയ പരൽമീനുകളെ പിടിക്കരുത്. പരൽമീനുകളെ പിടിച്ചാൽ നമ്പർ ഫിഗർ കാണിക്കാൻ വേണ്ടി പിടിച്ചിട്ട് കാര്യമില്ല. പിടിക്കേണ്ടത് എങ്ങനെ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരുന്നു, എങ്ങനെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ അടക്കമുള്ള ടെക്നിക്കൽ പ്രവർത്തകരുടെ കയ്യിലേക്ക് ഇതെങ്ങനെ വരുന്നു, എങ്ങനെ നടന്മാരിലേക്ക് ഈ MDMA എത്തുന്നത് നിസ്സാരമാണ്. എക്സൈസ് വകുപ്പിലെ എറണാകുളത്തെ എക്സൈസ് വകുപ്പിലെ ഒരു ഇൻസ്പെക്ടറോട് ചോദിച്ചാൽ ഉത്തരം കിട്ടും. ചോദിച്ചാൽ മതി, എക്സൈസ് മന്ത്രി ചോദിക്കണം. എക്സൈസ് മന്ത്രി ഇവിടെ പറഞ്ഞു കേട്ടു, ഞാൻ 3 തവണ തോറ്റതാണ്, ഞാൻ അതുകൊണ്ട് എൻ്റെ ഈ വകുപ്പുകളെ ഞാൻ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കുന്നെങ്കിൽ ലിജി പറയുന്നത് കേട്ടു. അങ്ങനെ നോക്കുകയാണെങ്കിൽ റിസൾട്ട് വേണ്ടേ? റിസൾട്ട് വേണം. ഈ ഓപ്പറേഷൻ തൂഫാനിൽ ആഭ്യന്തരമന്ത്രിക്ക് മാത്രമല്ല ഉത്തരവാദിത്വം, എക്സൈസ് ഇല്ലേ? തീർച്ചയായിട്ടും സമാനമാണ് ഈ കരുവന്നൂർ തട്ടിപ്പും. കാരണം ഈ കരുവന്നൂർ തട്ടിപ്പിലും ഈ പറഞ്ഞതുപോലെ അവിടുത്തെ ലോക്കൽ CIO DYSPO ഒക്കെ വിളിച്ച് ചോദിച്ചാൽ കിട്ടും. ഇത് എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് നടന്നിരിക്കുന്നത്, ആരൊക്കെ പണം കൊണ്ടുപോയിട്ടുണ്ട്, ആരൊക്കെ തട്ടിയെടുത്തു എന്നുള്ളത്. അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലാ സഹകരണ വകുപ്പിലെ രജിസ്ട്രാർ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ വിളിച്ചാൽ അവിടുത്തെ ആർബിട്രേറ്റർ ഒക്കെ ഉണ്ട്. അവരാണല്ലോ കണ്ടുപിടിച്ചത്. ഓഡിറ്റ് റിപ്പോർട്ടിലാണല്ലോ ഉണ്ടായിരുന്നത്. അവരെയും പ്രതികളാക്കി പിടിച്ചു.
അവരെ വിളിച്ച് അവരെയൊക്കെയാണ് സസ്പെൻഡ് ചെയ്തത്. സസ്പെൻഡ് ഇത് കണ്ടപ്പോൾ സർക്കാർ എന്ത് ചെയ്തു? സഹകരണ വകുപ്പ് ആദ്യം സർക്കാർ അവരങ്ങ് സസ്പെൻഡ് ചെയ്തു. അങ്ങനെയാണ്. കാരണം അവരുടെ പാർട്ടിക്കാർക്കെതിരെ ഒരു ഇത് കൊടുത്താൽ, വിവരങ്ങൾ കൊടുത്താൽ അവർ മിണ്ടാതിരിക്കുമോ? സത്യത്തിൽ കേരളത്തിലെ BJP, ഞാൻ കോൺഗ്രസിനെ BJPയെയും നമുക്ക് ഈ കാര്യത്തിൽ കുറ്റപ്പെടുത്താതിരിക്കാൻ കഴിയില്ല. കേരളത്തിലെ BJP സമർത്ഥമായിട്ട് മനസ്സ് വെച്ചാൽ ഈ കേരളത്തിലെ CPM എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കച്ചവടം പൂട്ടിപ്പോകും. ഞാൻ വെറുതെ പറയില്ല. ഈ കരുവന്നൂർ സഹകരണ സംഘം തട്ടിപ്പ് മാത്രം മതി. രാജേഷ്, ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ. സാധാരണ നിലയ്ക്ക് ഒരു സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ച പൈസ അവിടുത്തെ ഭരണസമിതി അംഗങ്ങൾ വേറെ ഇതൊക്കെ ഇട്ട് ലോണൊക്കെ ഇട്ട് വ്യാജരേഖകൾ കൊടുത്ത് ലോൺ ഇട്ടിട്ട് പൈസ അടിച്ചു മാറ്റി, കേസ് വരും, സാധാരണ കോടതി പോകും അല്ലേ? ഇതെന്താ PMLA കോടതിയിൽ വന്നേ? ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യം അന്വേഷിക്കുന്ന ഗുരുതരമായ ED വരണമെങ്കിൽ തന്നെ എന്താണ് കാരണം? കള്ളപ്പണം ഇടപാട് നടന്നിരിക്കുന്നു, ഹവാല ഇടപാടുകൾ. സാധാരണ ബാങ്കിലെ പണം നിക്ഷേപകർക്ക് കിട്ടാത്ത എത്രയോ ഇവിടെ നിയമം സാധാരണ ബാങ്കുണ്ട്. ഇതിന്റെ എത്രയോ ബാങ്കുകൾ ഇതുപോലെ CPMന്റെ കാലത്ത് അവിടെയൊന്നും ED വന്നില്ലല്ലോ, അവിടെയൊന്നും PMLA കോടതിയിലേക്ക് പോയില്ലല്ലോ. എന്തുകൊണ്ട് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് ഇതിനകത്ത്, പിന്നെ ആ വകുപ്പ് ഇതിനകത്ത് മനസ്സിലായില്ലേ? കള്ളപ്പണം, കള്ളപ്പണം, ഹവാല ഇടപാട്, പിന്നെ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് ഈ പൈസ മുടക്കിയിരിക്കുന്നു. ഇങ്ങനെ പാർട്ടി തന്നെ നേരിട്ട്, ഈ പാർട്ടി സെക്രട്ടറി ഇതിനകത്ത് പ്രതിയായെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പാർട്ടി നേരിട്ട് ഇടപെട്ടിരിക്കുന്നു എന്നല്ലേ? ഇവരെല്ലാം ഈ തട്ടിപ്പിൽ ഇവരെല്ലാം പങ്കാളികളാണ് എന്ന ആരോപണം ഉയരുമ്പോൾ സത്യത്തിൽ BJPക്ക് EDയെ സമർത്ഥമായി ഉപയോഗിച്ചിരുന്നെങ്കിൽ, EDയെ വേണ്ട വിധത്തിൽ EDയുടെ അന്വേഷണം, EDയുടെ കൈകൾ കെട്ടാതെ, EDക്ക് പൂട്ടിടാതെ, EDയെ ചങ്ങലക്കിടാതെ ഈ കേസിൽ സ്വതന്ത്രമായി വിട്ടിരുന്നെങ്കിൽ എന്താണ് സംഭവിക്കുക? ഇപ്പോൾ സത്യത്തിൽ ഞാൻ എൻ്റെ തോന്നലാണ് പറയുന്നത് കേട്ടോ. എനിക്ക് ഈ വാർത്തകളിൽ നിന്ന് ഉണ്ടാകുന്ന, ഞാൻ വാർത്തകൾ വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഈ കേസിൽ എവിടെയോ കടുത്ത മെല്ലെപ്പോക്ക് സംഭവിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന നടത്തിയ വെളിപ്പെടുത്തലുകൾ വലിയ വിസ്ഫോടനങ്ങളാണ് സൃഷ്ടിക്കേണ്ടത്. പക്ഷേ എവിടെ അന്വേഷണം? എവിടെ? സ്വപ്നയും ശിവശങ്കറും പ്രതി, അവിടെ വെച്ച് തീർന്നു. ഈ തിരുവനന്തപുരത്ത് UAE കോൺസുലേറ്റ് വരാനുണ്ടായ കാരണം നിസ്സാരമല്ല. UAE കോൺസുലേറ്റ് തിരുവനന്തപുരത്ത് വരാനുണ്ടായ കാരണം, അതിനെ ചുറ്റിപ്പറ്റി നടന്നിരിക്കുന്ന മറ്റ്, ഇപ്പോൾ UAEയിലെ ഒരു വലിയ ഉയർന്ന ഉദ്യോഗസ്ഥൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ വിമാനം കയറി രക്ഷപ്പെട്ട ഡിപ്ലോമാറ്റിക് പരീക്ഷ കയറി അങ്ങ് പോയി. ഈ ആളുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ, അതുപോലെ തന്നെ അന്ന് ദുബായിൽ നിന്നൊരു ഷെയ്ഖ് ഇവിടെ സന്ദർശനത്തിന് വരുന്നു. ആ സന്ദർശനത്തിനിടെ ഷെയ്ഖിനെ പ്രോട്ടോകോൾ ലംഘിച്ച് മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഇതൊന്നും അന്വേഷിക്കേണ്ടതല്ലേ? ഇതൊക്കെ ഈ കേസിൽ ശിവശങ്കറിനും സ്വപ്നയ്ക്കും ഇത്രയേറെ സ്വർണം കടത്തിക്കൊണ്ടുവരാനും ഇവിടുന്ന് തിരിച്ച് ഡോളർ അങ്ങോട്ട് കൊണ്ടുപോകാനും ഒക്കെയുള്ള ധൈര്യമുണ്ടോ? അതിന് കഴിയുമോ? ഈ ശിവശങ്കർ എന്നിട്ട് പറയുന്നത് എന്താണ്? അതായത് റിട്ടയർമെൻറ്റിന് ശേഷം ശിവശങ്കറിനും സ്വപ്നയ്ക്കും കൂടി ദുബായിൽ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആണിതെല്ലാം ചെയ്തത്. എത്ര ബാലിശമാണ് അത്! ഇവിടെ ആര്യാഹാരം കഴിക്കുന്ന കൊച്ചു കുട്ടികൾ പോലും അത് വിശ്വസിക്കുമോ? എല്ലാം ദുബായിയാണ്. എല്ലാം ദുബായ്. നോക്കൂ, ശിവശങ്കർ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മാന്യമായ പെൻഷൻ കിട്ടും. ആ മാന്യമായ പെൻഷനുമായിട്ട് അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ വലിയ നിലയിലിരിക്കുന്നു എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് പിന്നെ ഡൈവോഴ്സ് വാങ്ങി സ്വപ്നയെ വിവാഹം കഴിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് അതിൻ്റെ ധാർമ്മികതയല്ല ഞാൻ പറയുന്നത്, അതിൻ്റെ ശരിതെറ്റുകളല്ല ഞാൻ പറയുന്നത്. അദ്ദേഹം അങ്ങനെ ചെയ്താൽ അത് വ്യക്തിപരമാണ്. അദ്ദേഹം അവരുമായിട്ട് പോയി ദുബായിൽ എവിടെയെങ്കിലും സെറ്റിൽ ചെയ്ത് അവിടെ താമസിക്കുന്നു. അദ്ദേഹത്തിന് ആരോഗ്യം ഉണ്ടെങ്കിൽ ഇനിയും ജോലിക്ക് പോകും. അവിടെ ഏതെങ്കിലും വലിയ കമ്പനികളിലൊക്കെ അദ്ദേഹം നല്ല അറിവുള്ള മനുഷ്യനാണ്, നല്ല പഠിപ്പുള്ള ആളാണ്, വിദ്വാനാണ്, ജോലി കിട്ടും, അദ്ദേഹത്തിന് ജോലിക്ക് പോകാം. പക്ഷെ അദ്ദേഹം ദുബായിൽ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപയുടെ സ്വർണം ഇങ്ങോട്ട് കൊണ്ടുവന്ന് പിന്നെ ഡോളർ അങ്ങോട്ട് കടത്തി പൈസ എത്തിക്കുക. ഇതൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇതെല്ലാം സത്യത്തിൽ ഇത് കേന്ദ്ര ഏജൻസികൾ ഏറ്റവും സത്യസന്ധവും സുതാര്യവുമായിട്ട് അന്വേഷിച്ചാൽ ഈ കരുവന്നൂരും സ്വർണ്ണക്കടത്തും അടക്കമുള്ള സാധനങ്ങൾ എന്നേക്കുമായിട്ട് കേരളത്തിൽ CPIM എന്ന പാർട്ടിയുടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ
കച്ചവടം പൊട്ടിച്ചു കളയും. അതിന് അവർ തയ്യാറായില്ല എന്നുള്ളതാണ്. അതിൻ്റെ കാരണമാണ് കേരള BJP മറുപടി പറയേണ്ടത്. തീർച്ചയായിട്ടും. ഇനി ഇവർ ഈ ശരിക്കും കരുവന്നൂരിൽ ഇന്ന് ജാമ്യമെടുത്ത 3 പേര് അവരെ അറസ്റ്റ് ചെയ്യേണ്ട, അവരെ കോടതിയിൽ കയറ്റേണ്ട. ആരെങ്കിലും അറസ്റ്റ് ചെയ്യണമോ വേണ്ടതെന്നൊന്നും നമ്മൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ പറയുന്നത് ഈ കേസിൽ നിക്ഷേപകർക്ക് സത്യസന്ധമായി അന്വേഷണം നടത്തി നഷ്ടപ്പെട്ട പണം കണ്ടെടുത്ത് അത് നിക്ഷേപകർക്ക് തിരിച്ചു കൊടുക്കാൻ, അതിനെങ്കിലും അത്രയെങ്കിലും ഈ EDയും അന്വേഷണ ഏജൻസികളും ചെയ്യണ്ടേ. മാസപ്പടി കേസിൽ എന്താണ് ജനത്തിനുള്ള പ്രശ്നം? ജനത്തിന് എന്തെങ്കിലും നഷ്ടപ്പെട്ടോ? ജനത്തിന് നഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. അതും ED അന്വേഷിക്കണ്ട. അതും മെല്ലപ്പൊക്കിൽ പൊയ്ക്കോട്ടെ. ഇവിടുന്ന് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലൊന്നും വേണ്ട. എന്തിനാണത്? കുറെ മാധ്യമപ്രവർത്തകർ ജോലിയും സമയവും കളഞ്ഞ് കുറെ പത്രങ്ങളിൽ അതും വായിച്ച് മണ്ടന്മാരായി. ഇതാണ് നമ്മൾ പറയില്ല ഇപ്പോൾ ED ഇതാ വരുന്നു, ED ഇതാ ചോദ്യം ചെയ്യുന്നു. വോട്ടർമാരെ ജനങ്ങളെ മണ്ടന്മാരാക്കിക്കൊണ്ടിരിക്കുകയാണ് കുറെ അന്വേഷണ ഏജൻസികളും കുറെ രാഷ്ട്രീയക്കാരും പിന്നെ കുറെ മാധ്യമങ്ങളും ഒക്കെ ചേർന്ന്. സത്യത്തിൽ ഇതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിനൊരു അറുതി വേണ്ടേ? ഇനിയെങ്കിലും കണ്ണു തുറന്ന് ഈ കാര്യങ്ങൾ കാണണം. BJP സംസ്ഥാന നേതൃത്വം അതിശക്തമായിട്ട് ഈ കാര്യത്തിൽ ഇടപെട്ട് അന്വേഷണ ഏജൻസികളെ ആരാണോ എവിടെയാണോ തടസ്സപ്പെടുത്തുന്നത് ആ തടസ്സങ്ങളെ മാറ്റി കൃത്യമായ നടപടികളിലേക്ക് ജനങ്ങളുടെ നഷ്ടപ്പെട്ട പണം, പാവപ്പെട്ടവരുടെ നഷ്ടപ്പെട്ട ഈ നിക്ഷേപത്തുക കണ്ടെടുത്ത് തിരിച്ചു കൊടുക്കണം. എത്ര ജില്ലാ കമ്മിറ്റികളുണ്ട് BJPക്ക് കേരളത്തിൽ? 30 ജില്ലാ കമ്മിറ്റി. എന്തിനാണ്? എനിക്കറിയില്ല. എത്ര ജില്ലയുടെ ഇരട്ടി ജില്ലാ കമ്മിറ്റികളുണ്ട്. അതെ. എന്തിനാണ് ഇത് കൊണ്ടുവന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ്? പണം പിരിക്കാനോ അതോ ഇലക്ഷന് വേണ്ടി പണം ചിലവാക്കാനുള്ള സബ് കമ്മിറ്റികളാണ്? അതാ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ എൻ്റെ നോട്ടത്തിൽ BJPയിൽ എന്തെങ്കിലും ഒന്ന് നടക്കുന്നു എന്ന് നമുക്ക് ആശ്വസിക്കാനെങ്കിലും ഒരു വക നൽകുന്നത് തിരുവനന്തപുരം നഗരസഭ മാത്രമാണ്. പിന്നെ പറയാം ഞങ്ങൾക്ക് അധികാരമില്ലല്ലോ, അധികാരം കിട്ടിയാൽ ഞങ്ങൾ കാണിച്ചു തരാം. നഗരസഭയിൽ അധികാരം കിട്ടിയിട്ട് ഇവരെന്ത് സപ്പോർട്ട് ചെയ്തു? നഗരസഭയിൽ രാജേഷിൻ്റെ കൂടെയുള്ളവരും ചേർന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നു. അത് തന്നെ അതിനകത്ത് പരാതികളൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ഈ ബ്ലൂ പ്രിൻ്റ് എവിടെ, ഡെവലപ്മെൻറ്റിൻ്റെ ബ്ലൂ പ്രിൻ്റ് എവിടെ, 45 ദിവസത്തിനകത്ത് നിങ്ങൾ അത് ചെയ്യുമെന്ന് പറഞ്ഞതല്ലേ, ഇത് ചെയ്യുമെന്ന് പറഞ്ഞതല്ലേ എന്നുള്ള പരാതിയൊക്കെ ഉണ്ട്. ഇരിക്കട്ടെ, എങ്കിലും രാജേഷിന് കുറച്ചുകൂടെ സമയം കൊടുക്കണം. കാരണം ഇതൊന്നും 45 ദിവസം കൊണ്ടൊന്നും തയ്യാറാക്കാൻ പറ്റുന്നതല്ലെന്ന് എല്ലാവർക്കും അറിയാം, നമുക്കും അറിയാം, കേൾക്കുന്ന ജനങ്ങൾക്കും അറിയാം, ആരോപിക്കുന്ന പ്രതിപക്ഷത്തിനും അറിയാം. അപ്പോൾ രാജേഷിന് കുറച്ചുകൂടെ സമയം കൊടുക്കണം. പക്ഷേ ഒരു കാര്യമുണ്ട്, രാജേഷ് അധികാരം കയ്യിൽ കിട്ടിയ ഉടനെ അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്ന ആ പദ്ധതികളെല്ലാം അവിടെ വെച്ച് നിർത്തി, സ്റ്റോപ്പ് ചെയ്യിച്ചു. അഴിമതിയുടെ ഉറവിടം മുഴുവനും പൂട്ടി. അതിനെതിരെ എല്ലാം അന്വേഷണം പ്രഖ്യാപിച്ചു. എവിടെയെല്ലാം കുഴപ്പങ്ങൾ നടന്നോ ആ കുഴപ്പങ്ങളെല്ലാം കണ്ടെത്താനുള്ള പണികൾ ആരംഭിച്ചു. ഇങ്ങനെ മാത്രമല്ല, ഈ നഗരസഭയുടെ ഫണ്ട് ചോരുന്നതെല്ലാം അടച്ചു. ഇനി ആ പരിപാടിയൊന്നും നടക്കില്ല. വാടകയെല്ലാം കൃത്യമാക്കി, എല്ലാം നേരിട്ട് നഗരസഭ നടത്തുന്ന വിധത്തിലേക്ക് വരുമാനം, റവന്യൂ റിക്കവറിയും വരുമാനം കൂട്ടുന്നതിലൊക്കെ ഒരുപാട് നമ്മൾ രാജേഷിന്റെ വാക്കുകൾ ശരിയാണെങ്കിൽ ആരുടെ കയ്യിൽ നിന്നും 5 പൈസ കടം വാങ്ങിക്കാതെ തിരുവനന്തപുരം നഗരസഭയ്ക്ക് അവരുദ്ദേശിക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും തിരുവനന്തപുരത്ത് നടത്താം. തിരുവനന്തപുരത്ത് അവർക്ക് സ്വന്തമായിട്ട് പല കാര്യങ്ങളും ചെയ്യാം ആ നഗരസഭയ്ക്ക്. അതിനുള്ള ഫണ്ട് ഇവിടെ ഉണ്ട്, അതിനുള്ള വരുമാനം ഇവിടെ വരുന്നുണ്ടെന്നാണ്. അപ്പോൾ കൊച്ചി നഗരസഭയുടെ കാര്യത്തിൽ എന്തായിരിക്കും? അതിലോട്ടൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. എന്തായാലും ഈ കരുവന്നൂർ സഹകരണ സംഘം തട്ടിപ്പ് ഒരു വലിയ പാഠമാണ്. എങ്ങനെയാണ് രാഷ്ട്രീയക്കാർ, വിവിധ രാഷ്ട്രീയ പാർട്ടികളിലുള്ളവർ ഒത്തുചേർന്ന് എങ്ങനെ വിട്ടുവീഴ്ച ചെയ്ത് എങ്ങനെ ഒരു കാര്യം സെറ്റിൽ ചെയ്യുന്നു, എങ്ങനെ അതിനെ തമസ്കരിക്കുന്നു, സത്യത്തെ എങ്ങനെ മൂടി വയ്ക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് കരുവന്നൂർ സഹകരണ സംഘം. മാസപ്പടി കേസിലും വീണയ്ക്ക് നീതി കിട്ടണമെന്ന് ഇനി പറയേണ്ടിയിരുന്നു നമ്മൾ. നമുക്ക് അതെ, വീണ വിജയന് നീതി കിട്ടണം. അതെ, കാരണം വലിയ ബലിയടക്കപ്പെടും. ഇതേപോലെ തന്നെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രശാന്ത് വരുത്തിയതേ ഉള്ളൂ. അതെ, ബാക്കി പ്രതികളൊക്കെ വിദേശത്താണ്. ബാക്കി പ്രതികളും സംശയിക്കുന്നത് വിദേശത്താണ്. അല്ലല്ലോ, അല്ല, അവിടെ നിൽക്കും. ഏത് വിദേശം? PS പ്രശാന്ത് പറയുന്നത് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ചെയ്തതെല്ലാം ശരിയാണ്, എന്റെ തെളിവുണ്ട്, അതിനപ്പുറത്തേക്ക് പോവില്ല. അവിടെ നിൽക്കും. ഇത് കേരളത്തിൻ്റെ ഒരു ദുര്യോഗമാണ്. കേരളത്തിൻ്റെ നാശത്തിന് കാരണം ഇത് തന്നെയാണ്. ഈ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തുന്നതല്ലാതെ ക്രിയാത്മകമായ ഒരു പണിയും ഇവരെടുക്കുന്നില്ല. പഞ്ചപാണ്ഡവർ 3 പേർ സഭയിലുണ്ട്. 3 പേർ സഭയിൽ പഞ്ചപാണ്ഡവർ. എന്തായാലും
കരുവന്നൂർ സഹകരണ സംഘം തട്ടിപ്പ് ഈ 3 പേർക്ക് ജാമ്യം എടുക്കേണ്ടി വന്നു, അതുവരെയെങ്കിലും കേസ് എത്തിയല്ലോ അതെ. എന്ന് നമുക്ക് ആശ്വസിക്കാം. അതായത് കോടതിയിലെങ്കിലും എന്തെങ്കിലും ചോദിക്കാനും പറയാനും കഴിയുന്നുണ്ട്. ഈ നിക്ഷേപകരുടെ പണം എന്ന് ലഭിക്കും, മടക്കി ലഭിക്കും? ഇതാണ് ഈ ചോദ്യത്തിന് ഉത്തരമാണ് കേരളം ഭരിക്കുന്നവരും കേരളം ഭരിച്ചിരുന്നവരും നാളെ കേരളം ഭരിക്കാൻ പോകുന്നവരും ചേർന്ന് പറയേണ്ടത്. ഇവർക്കെല്ലാവർക്കും ധാർമ്മികമായ ബാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ യഥാർത്ഥ കുറ്റവാളികളിലേക്ക് അന്വേഷണം പോകാതെ തടയപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് ഇന്നല്ലെങ്കിൽ നാളെ കാലത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ ഇവർ മറുപടി പറയേണ്ടി വരും എന്ന് തീർച്ചയായും.